dear learners, good evening. Welcome to syllabus decoding of BA English second years. ഇന്ന് നമ്മൾ സെക്കൻഡ് ഇയർ BA ഇംഗ്ലീഷിന്റെ സിലബസ് ഡീകോഡിംഗ് സെഷനിലേക്കാണ് പോകുന്നത്. ഓൾറെഡി നിങ്ങൾ ഇഗ്നോ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ലേണേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിന്റെ സിലബസിനെ കുറിച്ചിട്ട് പേപ്പേഴ്സിന് പേര് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടായിരിക്കും. എന്നാൽ ഓരോ പേപ്പേഴ്സിന്റെയും ഉള്ളിലുള്ള ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് എസ്പെഷ്യലി നമ്മുടെ മെയിൻ പേപ്പേഴ്സ് ആയിട്ട് 6 പേപ്പർ ഉണ്ട്. നമുക്കറിയാലോ, ടോട്ടൽ നമുക്ക് പഠിക്കാനുള്ളത് 10 പേപ്പേഴ്സ് ആണ് സെക്കൻഡ് ഇയറിൽ. അതിൽ 6 പേപ്പർ നമ്മുടെ കമ്പൽസറി പേപ്പേഴ്സും 4 പേപ്പർ ഇലക്റ്റീവും, അങ്ങനെ ടോട്ടൽ 10 പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത്, എല്ലാം 100 മാർക്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ BA ഇംഗ്ലീഷ് സെക്കൻഡ് ഇയറിന്റെ സിലബസിലേക്ക് വരുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമുക്ക് കമ്പൽസറി ആയിട്ട് പഠിക്കാനുള്ള 6 പേപ്പേഴ്സിന്റെ ഡീറ്റെയിൽസും ഒപ്പം നമ്മുടെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ ഫീച്ചേഴ്സും ഒക്കെ നമ്മൾ ഇന്ന് ഈ ഒരു പ്രസന്റേഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വെൽക്കം എവ്രി വൺ ടു സെക്കൻഡ് ഇയർ സിലബസ് ഡീകോഡിംഗ് സെഷൻ ഓഫ് BA ഇംഗ്ലീഷ് ആൻഡ് BA FEG. ഇന്ന് നമ്മളോടൊപ്പം ഈ സെഷനിൽ അനുശ്രീ മാമും അതുപോലെ തന്നെ ഹലീമ മാമും ജോയിൻഡ് ആണ്. സോ സെക്കൻഡ് ഇയറിന്റെ പേപ്പേഴ്സ് ലേൺ വൈസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സെക്കൻഡ് ഇയേഴ്സിന്റെ അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സിന്റെ ലിസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. ഇത്രയും പേപ്പേഴ്സ് ആണ് നമ്മുടെ ലേൺ വൈസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ 6 പേപ്പേഴ്സ് കമ്പൽസറി ആയിട്ടും നമുക്ക് പഠിക്കാനുള്ള പേപ്പേഴ്സ് ആണ്. പിന്നെ വരുന്ന പേപ്പേഴ്സിലെ 4 പേപ്പേഴ്സ് ആണ് നമ്മൾ ഇലക്റ്റീവ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യത്തെ 6 പേപ്പർ കമ്പൽസറി ആണ്. അതിനുശേഷം വരുന്ന പേപ്പറുകളിൽ നിന്നും 4 പേപ്പറാണ് നമ്മൾ ഇലക്റ്റീവ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇത്രയും പേപ്പേഴ്സ് നമ്മളുടെ ലേൺ വൈസ് ആപ്പിൽ ഫുള്ളി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓരോ പേപ്പറിന്റെയും ഏറ്റവും 3 കോളമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: കോഴ്സ്, അവൈലബിലിറ്റി ആൻഡ് ക്രെഡിറ്റ്സ്. ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 1 ക്രെഡിറ്റ് ഈസ് ഈക്വൽ ടു 30 hours ഓഫ് സ്റ്റഡി എന്നാണ് പറയുന്നത്. അതായത് ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 30 മണിക്കൂർ, അത് പഠിക്കാനായിട്ട് 30 മണിക്കൂർ നമ്മൾ ചെലവഴിക്കണം എന്നുള്ളതാണ് ഒരു ക്രെഡിറ്റ്. അപ്പൊ അങ്ങനെയാണ് ഓരോന്നും. അപ്പൊ 6 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോളൂ എത്രയായിരിക്കും എന്നുള്ളത്. അതുപോലെ 4 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ആലോചിക്കാം. ഓക്കെ, ഇതില് ഇലക്റ്റീവിൽ വരുന്ന ചില പേപ്പേഴ്സിന് 50 മാർക്കാണ് കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കമ്പൽസറി പേപ്പേഴ്സ് എല്ലാം 100 മാർക്കിലാണ് വരുന്നത്. ഇനി ഓരോ പേപ്പേഴ്സ് ആയിട്ട് ഞാൻ വായിക്കാം. BEGC 105 അമേരിക്കൻ ലിറ്ററേച്ചർ ഫുള്ളി അവൈലബിൾ ആണ്, ക്രെഡിറ്റ് 6. BEGC 106 പോപ്പുലർ ലിറ്ററേച്ചർ ഫുള്ളി അവൈലബിൾ, ക്രെഡിറ്റ് 6. BEGC 107 ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ ഫുള്ളി അവൈലബിൾ, ക്രെഡിറ്റ് 6. BEGC 108 ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 18th century ഫുള്ളി അവൈലബിൾ, ക്രെഡിറ്റ് 6. BEGC 109 ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ ഫുള്ളി അവൈലബിൾ, ക്രെഡിറ്റ് 6. BEGC 110 ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 19th century ഫുള്ളി അവൈലബിൾ, ക്രെഡിറ്റ് 6. ഇനി വരുന്ന ലിസ്റ്റ് ഓഫ് പേപ്പേഴ്സ് ആണ് ഇലക്റ്റീവ്സ്. ഇതിൽ നിന്നാണ് നമ്മൾ 4 പേപ്പേഴ്സ് ചൂസ് ചെയ്യേണ്ടത്. ഓൾറെഡി നിങ്ങൾ ഇതൊക്കെ ചൂസ് ചെയ്തിട്ട് ഇഗ്നോ രജിസ്ട്രേഷനും കംപ്ലീറ്റ് ആയിട്ടുള്ള ലേണേഴ്സ് ആയിരിക്കും. സോ ഇനി വരുന്നത് BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് ഫുള്ളി അവൈലബിൾ ആൻഡ് ക്രെഡിറ്റ് 4. BPCS 183 ഇമോഷണൽ ഇന്റലിജൻസ് fully available, credit 4. BPAG 183 e-governance fully available, credit 6. BPCG 173 psychology for health and well-being fully available, credit 6. BEGG 173 academic writing and composition fully available, credit 6. BPAG 174 sustainable development fully available, credit 6. BPCS 184 School Psychology fully available, credit 4. BPCS 186 Managing Stress fully available, credit 4. BPAS 184 Logistic Management fully available, credit 4. BEGS 183 Writing and Study Skills fully available, credits 4. ഇനി തേർഡ് ഇയറിന്റെ കൂടി ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്ന് പറയാം. തേർഡ് ഇയറിന്റെ സിലബസ് എന്ന് പറയുന്നത് 8 പേപ്പേഴ്സ് ആണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചത് 8 പേപ്പേഴ്സ് ആണ്. സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ അത് 10 പേപ്പേഴ്സ് ആയി. തേർഡ് ഇയറിൽ വീണ്ടും നമുക്ക് പഠിക്കാൻ 8 പേപ്പേഴ്സ് ആണുള്ളൂ. ഈ 8 പേപ്പേഴ്സ് എല്ലാം ലിറ്ററേച്ചർ ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇലക്റ്റീവ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. എല്ലാം നമുക്ക്
പഠിക്കാനുള്ളത് തന്നെയാണ്. എല്ലാത്തിന്റെയും ക്രെഡിറ്റ് 6 ആണ്. ആൻഡ് ഓൾസോ ഇതെല്ലാം ലിറ്ററേച്ചർ ബേസ്ഡ് ആണ്. വേറെ ഒരു ഡിസിപ്ലിനോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റോ ആയിട്ടോ ഒന്നും ഇന്ററാക്ഷൻ വരുന്ന ഒരു പേപ്പറും നമുക്ക് പഠിക്കാനില്ല. BEGC 111 Women's Writing, BEGC 112 British Literature Early 20th Century, BEGC 113 Modern European Drama, BEGC 114 Post-Colonial Literature, BEGE 141 Understanding Prose, BEGE 143 Understanding Poetry, BEGE 142 Understanding Drama, BEGE 144 Understanding Novel. ഇത്രയാണ് തേർഡ് ഇയറിൽ വരുന്ന 8 പേപ്പേഴ്സ്. ഇനി സിലബസ് മാപ്പിംഗ് ഓഫ് BA ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ BA FEG, അതായത് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിലുള്ള കുട്ടികളുടെ സെക്കൻഡ് ഇയറിൽ വരുന്ന പേപ്പേഴ്സ് ആണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് 3 ഇയർ BA ഇംഗ്ലീഷ് ഓണേഴ്സിൽ വരുന്ന പേപ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇനി സെക്കൻഡ് ഇയർ BA FEG 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൽ വരുന്ന പേപ്പേഴ്സ് 4 കോർ പേപ്പർ ആണ് പഠിക്കാനുള്ളത്. ഈ 4 കോർ പേപ്പർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. BEGC 103 Indian Writing in English, BEGC 104 British Poetry and Drama 14th to 17th century, BEGC 105 American Literature, BEGC 107 British Poetry and Drama 17th and 18th centuries. ഇനി ഈ 4 പേപ്പേഴ്സിന് പുറമെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അതുപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഇപ്പൊ 2 ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. BEGS 183 റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് ഓർ BPCS 183 ഇമോഷണൽ ഇന്റലിജൻസ്, ഇതിൽ ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കുക. അതിനുശേഷം മൈനർ കോഴ്സ് വരുന്നുണ്ട്. മൈനർ കോഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലോ വരുന്ന ഏതെങ്കിലും 2 മൈനർ കോഴ്സ് ആണ് എടുക്കേണ്ടത്. ഒന്നെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ സൈക്കോളജി. ഇപ്പൊ സോഷ്യോളജിയുടെ അണ്ടറിൽ വരുന്ന പേപ്പേഴ്സ് ആണ് BSOM 161 ഇൻട്രൊഡ്യൂസിംഗ് സോഷ്യോളജി, BSOM 162 അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യൻ സൊസൈറ്റി. സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്നതാണ് BPCM 167 ഫൗണ്ടേഷൻസ് ഓഫ് സൈക്കോളജി, BPCM 162 ഇൻട്രൊഡക്ഷൻ ടു സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത്. സോ ഇതാണ് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ സെക്കൻഡ് ഇയറിന്റെ സിലബസ്. ഇനി ഓരോ പേപ്പർ വൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മെയിൻ നമുക്ക് 6 കമ്പൽസറി പേപ്പേഴ്സ് ആണുള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് യൂണിറ്റ് ആൻഡ് ബ്ലോക്ക് വൈസ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ അനുശ്രീ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു അനുശ്രീ മാം. നമ്മള് ഇത്രയും നേരം പേപ്പേഴ്സിന്റെ പേരുകളാണ് പരിചയപ്പെട്ടത്. ഇനി നമുക്ക് ഓരോ പേപ്പേഴ്സിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പേപ്പർ BEGC 105 അമേരിക്കൻ ലിറ്ററേച്ചർ, ബ്ലോക്ക് 1 ആർതർ മില്ലർ All My Sons, യൂണിറ്റ് 1 American Drama and Introduction, Unit 2 All My Sons a Detailed Study, Unit 3 Thematic Concerns in All My Sons, Unit 4 All My Sons Characterization, Block 2 Nathaniel Hawthorne The Scarlet Letter, Unit 1 The Scarlet Letter as Socio-Cultural Background, Unit 2 The Scarlet Letter Characterization, Unit 3 The Scarlet Letter Themes and their expression through imagery, Unit 4 The Scarlet Letter Structure, narrative style and special features, Block 3 Short Fiction, Unit 1 Short Fiction and Introduction, Unit 2 O. Henry After 20 Years, Unit 3 Willa Cather on the Gulf Road, Unit 4 Ernest Hemingway Snows of Kilimanjaro or Killers, Block 4 American Poetry and Introduction, Unit 1 Ralph Waldo Emerson Brahma Hamatreya, Unit 2 Walt Whitman O Captain, My Captain and Passage to India, Unit 3 Emily Dickinson Because I Could Not Stop for Death, A Thought Went Up My Mind Today, Death Sets a Thing Significant, Unit 3 Alexei Sherman Alexei Crow Testament and Evolution. Next paper is BEGC 106 Popular Literature, Block 1 Popular Literature and Introduction,
Unit 1, what is popular literature? Unit 2, the notion of the canonical and the popular. Unit 3, exploring academic and critical approaches to popular literature. Unit 4, popular literature today. Block 2, genres of popular literature. 1, children's literature and young adult fiction. Unit 1, children's literature, an introduction. Unit 2, Lewis Carroll, Through the Looking Glass. Unit 3, young adult fiction, an introduction. Writings from Sri Lanka. Unit 4, Shyam Selvadurai, Funny Boy. Block 3, genres of popular literature. 2nd, detective and science fiction. Unit 1, crime and detective fiction, an introduction. Unit 2, Agatha Christie, The Murder of Roger Ackroyd. Unit 3, science fiction, an introduction. Unit 4, Ursula K. Le Guin, The Ones Who Walk Away from the Umayyas. Block 4, genres of popular literature. 3, graphic and visual narratives. Unit 1, Bhimayana, experiences of untouchability. Unit 2, graphic narratives, analyzing Vyam's Bhimayana. Unit 3, literature and cinema, an introduction. Unit 4, Ruskin Bond and Vishal Bharadwaj's The Blue Umbrella. Next paper is PEGC 107, British Poetry and Drama. Block 1, John Webster, Duchess of Malfi. Block 2, John Milton, Lycidas Sonnet 19, El Allegro, Penseroso. Block 3, John Dryden, Mac Flecken. Block 4, Alexander Pope, The Rape of the Lock. Block 1, Duchess of Malfi. Unit 1, The Jacobean Drama and John Webster, an introduction. Unit 2, John Webster, the playwright and his dramatic art. Unit 3, The Duchess of Malfi, textual analysis. Unit 4, The Duchess of Malfi, character analysis and critical perspectives. Block 2, John Milton, Lycidas, Sonnet 19, Allegro, Penseroso. Unit 1, The 17th Century, an introduction. Unit 2, John Milton, Life and Works. Unit 3, John Milton, Lycidas, Sonnet 19 on his blindness. Unit 4, John Milton, El Allegro, Penseroso. Block 3, John Dryden, Mac Flecken. Unit 1, John Dryden, Life and Work. Unit 2, Mac Flecknoe, Reading the Poem. Unit 3, Mac Flecknoe, Summary and Explanations. Unit 4, Mac Flecknoe, Theme and Poetic Diction. Block 4, Alexander Pope, The Rape of the Lock. Unit 1, The Age of Alexander Pope. Unit 2, Life and Writings of Alexander Pope. Unit 3, Analysis of Canto 3. Unit 4, Character Analysis and Style. Next paper is BGC 108, British Literature, 18th Century. Block 1, Daniel Defoe, Robinson Crusoe. Block 2, Jonathan Swift, Gulliver's Travels. Block 3, William Congreve, The Way of the World. Block 4, Thomas Gray, Elegy Written in a Country Churchyard. Block 1, Daniel Defoe, Robinson Crusoe. Unit 1, Daniel Defoe, Life and Works and Robinson Crusoe. Unit 2, Robinson Crusoe, an Analysis. Unit 3, Robinson Crusoe, Themes. Unit 4, Robinson Crusoe, Character Analysis. Block 2, Jonathan Swift, Gulliver's Travels. Unit 1, Jonathan Swift, Life and Works. Unit 2, Gulliver's Travels, Philosophical and Political Background.
Unit 3, Gulliver's Travels, Book 1 to 3, Characters, Summary, Themes, and Analysis. Unit 4, Gulliver's Travels, Book 4, Summary, Themes, and Analysis. Block 3, William Congreve, The Way of the World. Unit 1, William Congreve, Life and Works. Unit 2, Way of the World, a Summary. Unit 3, The Way of the World, Themes. Unit 4, The Way of the World, Symbols, Allegory, and Motives. Block 4, Thomas Gray, Elegy Written in a Country Churchyard. Block Introduction. Unit 1, Thomas Gray, Introduction to the Life, Times, and Works. Unit 2, A Summary and Critical Analysis of Thomas Gray's Elegy Written in a Country Churchyard. Unit 3, Thomas Gray's Elegy Written in a Country Churchyard, Themes. Unit 4, Thomas Gray, Critical Essays on the Elegy. BGC 109, British Romantic Literature. Block 1, British Romantic Literature 1. Block 2, British Romantic Literature 2. Block 3, British Romantic Literature 3. And Block 4, Mary Shelley, Frankenstein. Block 1, British Romantic Literature 1. Unit 1, The Romantic Age and Introduction. Unit 2, George Crabbe, The Village, Book 1. Unit 3, William Blake, The Tiger, the Lamb, the Chimney Sweeper. Block 2, Unit 1, William Wordsworth, Ode on Intimations of Immortality from Recollection of Early Childhood. Lines composed a few miles above Tinternabel. Unit 2, Samuel Taylor Coleridge, The Rime of the Ancient Mariner, Ballad Tradition, and Summary. Unit 3, The Rime of the Ancient Mariner, Analysis and Literary Elements, Sweeper. Unit 4, Robert Southey, After Blahane, Analysis and Literary Elements. Block 3, British Romantic Literature 3. Unit 1, Charles Lamb, A Dissertation upon Roast Pig, Summary and Analysis. Unit 2, Lord Byron, Roll on Toty and Dark Blue Ocean, George III, From the Vision of Judgment. Unit 3, Shelley, Ode to the West Wind, Ode to a Skylark. Unit 4, Keats, Ode on a Grecian Urn, Ode to a Nightingale. Block 4, Mary Shelley, Frankenstein. Unit 1, Mary Shelley, Life and Works. Unit 2, Frankenstein, a Gothic novel. Unit 3, Frankenstein, Summary and Analysis. Unit 4, Frankenstein, Major Themes. Next paper, BGC 110, British Literature, 19th Century. Block 1, A Tale of Two Cities. Block Introduction. Unit 1, Introduction, A Tale of Two Cities. Unit 2, Summary and Analysis. Unit 3, The French Revolution and Dickens. Unit 4, Other Aspects of the Novel. Block 2, The Mayor of Casterbridge. Unit 1, The Mayor of Casterbridge, Introduction. Unit 2, The Mayor of Casterbridge, Summary. Unit 3, The Mayor of Casterbridge, Analysis. Unit 4, The Mayor of Casterbridge, Characterization. Block 3, Victorian Poetry 1. Unit 1, Alfred Lord Tennyson 1. Unit 2, Alfred Lord Tennyson 2. Unit 3, Robert Browning 1. Unit 4, Robert Browning 2. Block 4, Victorian Poetry 2. Unit 1, Matthew Arnold 1. Unit 2, Matthew Arnold 2. Unit 3, Christina Rossetti. Unit 4, Gerard Manley Hopkins. സോ ഇതൊക്കെയാണ് നമ്മുടെ പേപ്പേഴ്സിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ പറഞ്ഞതാണ്.
ഏകദേശം ഏതൊക്കെ നോവൽസ് ആയിരിക്കും, ഏതൊക്കെ പോയിട്രി ആയിരിക്കും, ഏതൊക്കെ വർക്ക്സ് ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക എന്നുള്ളത് അതാത് പേപ്പറിൽ നിന്ന് ജസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ലേൺ വൈസിലെ ഫീച്ചേഴ്സും അതേപോലെ തന്നെ ലേൺ വൈസിലെ റിസോഴ്സസ് ഉപയോഗിച്ച് ഇതൊക്കെ എങ്ങനെ പഠിക്കാം, എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാം, അതുപോലെ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യാം, എന്തൊക്കെ റിസോഴ്സസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷൻ ലൈക്ക് ഒരു സെക്കൻഡ് പാർട്ടിൽ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജയഷ മാമിനെ വെൽക്കം ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ജസ്റ്റ് ഒരു വളരെ ക്വിക്കായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ ഓരോ പേപ്പറിലും നമുക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള യൂണിറ്റ്സും ബ്ലോക്സും ഇതിപ്പോ ഈ ഒരു ടൈം കൊണ്ട് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു തരാനുള്ള ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. എന്നാലും ജസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ ബ്ലോക്കും യൂണിറ്റ് വൈസും ഏതൊക്കെ പേപ്പേഴ്സ്, ഏതൊക്കെ വർക്ക്സ് ആണ് പഠിക്കാനുള്ളത് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഈ ഒരു പ്രസന്റേഷനിൽ ഷെയർ ചെയ്തത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അസൈൻമെന്റ്സിനെ കുറിച്ചിട്ടും ടേം ആൻഡ് എക്സാമിനെ കുറിച്ചിട്ടുമാണ്. ഓൾറെഡി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയിട്ടുള്ള ലേണേഴ്സ് ആണ് നിങ്ങൾ ഓരോരുത്തരും. കംപ്ലീറ്റ് ഇൻ ദ സെൻസ് പരീക്ഷ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാകാം, എഴുതിയിട്ടുണ്ടാവാതിരിക്കാം. എന്നാലും ഫസ്റ്റ് ഇയർ പഠിച്ചിട്ട് നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിന്റെ എക്സാംസ് ആണെങ്കിലും അസൈൻമെന്റ്സിന്റെ ആണെങ്കിലും ഒരു ഓവറോൾ ഐഡിയ എല്ലാവർക്കും ഉണ്ടാകും. എന്നാലും നമ്മൾ ജസ്റ്റ് അസൈൻമെന്റിനെ കുറിച്ചിട്ടും എക്സാമിനെ കുറിച്ചിട്ടും ഒക്കെ ഒരു ചെറിയൊരു അവയർനെസ് ഒന്നും കൂടി നിങ്ങളെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡിൽ ചെയ്യുന്നത്. സോ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം നമ്മളുടെ എക്സാം ഇമ്പോർട്ടന്റ് ആണോ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അസൈൻമെന്റ്. കാരണം അസൈൻമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആ കോഴ്സ് കംപ്ലീറ്റ് ആകാനായിട്ട് എക്സാമിനോടൊപ്പം തന്നെ ഈക്വൽ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു സംഭവമാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രാക്ടിക്കൽസ് ഒന്നുമില്ല. പക്ഷെ അസൈൻമെന്റ് നമുക്കുണ്ട്. അസൈൻമെന്റ് നമ്മൾ എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ജാനുവരിയിൽ അഡ്മിഷൻ എടുത്ത ലേണർ ആണെങ്കിൽ നമുക്ക് എക്സാം വരെ ഡിസംബറിലായിരിക്കും. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മന്ത് എന്ന് പറയുന്നത് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ. അതായത് സെപ്റ്റംബർ ആണ് യൂഷ്വലി ഇഗ്നോയുടെ റൂൾ പ്രകാരം നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളുടെ സ്റ്റഡി സെന്റർ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒക്ടോബറിലേക്ക് ആക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇഗ്നോ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒക്ടോബറിലേക്ക് ആക്കുകയാണെങ്കിലോ ചെയ്താൽ നമുക്ക് ഒക്ടോബറിൽ സബ്മിറ്റ് ചെയ്യാം. സോ ജനുവരിയിൽ അഡ്മിഷൻ എടുത്ത ഒരു ലേണർ ആണെങ്കിൽ ഡിസംബറിലായിരിക്കും എക്സാം. അപ്പോൾ സെപ്റ്റംബർ ഓർ ഒക്ടോബറിലായിട്ടാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ജൂണിൽ അഡ്മിഷൻ എടുത്ത ഒരു ലേണർ ആണെങ്കിൽ അവർക്ക് എക്സാം ഉണ്ടാകുക അടുത്ത ജൂണിലായിരിക്കും. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ആയിട്ട് മാർച്ചിലാണ് അവർ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ മാർച്ച് എന്നുള്ള ആ ഒരു മന്ത് ആണ് ഇഗ്നോ റൂൾ പ്രകാരം ജൂണിൽ അഡ്മിഷൻ എടുത്ത ഒരു ലേണർ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളുടെ സ്റ്റഡി സെന്റർ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മാർച്ച് എന്നുള്ളത് ഏപ്രിലിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ഇഗ്നോ തന്നെ മാർച്ച് എന്നുള്ള മന്ത് ഏപ്രിലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് ഏപ്രിലിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മതി. ഇനി അസൈൻമെന്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് നമ്മൾ എസ്സേ പോലെ എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ്, വൺ വേർഡിലല്ല നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഷോർട്ട് ആൻസർ ആയിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻസും അസൈൻമെന്റിൽ വരാറുണ്ട്. നമുക്കറിയാം അസൈൻമെന്റ് എന്ന് പറയുന്നത് ഹാൻഡ് റിട്ടൺ ആയിട്ട് നമ്മൾ എഴുതുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റിന് മുന്നേ ആയിട്ട് നമ്മൾ സ്റ്റഡി സെന്ററിൽ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അസൈൻമെന്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫോർമാറ്റിലാണ് ഉണ്ടാകുക എന്ന് എല്ലാവർക്കും അറിയാം. 100 മാർക്കിലാണ് അസൈൻമെന്റ് ഉണ്ടാകുക. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റഡി സെന്ററിൽ നമ്മൾ ഡ്യൂ ഡേറ്റിന് മുന്നേ സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മൾ എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഐദർ നമുക്ക് PDF ആയിട്ട് നമ്മുടെ മൊബൈലിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമുക്ക് എടുത്തു വെക്കാം. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്നോളജ്മെന്റ് സ്ലിപ്പ് അല്ലെങ്കിൽ അക്നോളജ്മെന്റ് റെസീറ്റ് സ്റ്റഡി സെന്ററിൽ നിന്ന് നമ്മൾ കൈപ്പറ്റേണ്ടതുണ്ട്. അതുപോലെ വൺസ് നമ്മുടെ അസൈൻമെന്റ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് TMA, ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് എന്നുള്ളത്. നമുക്കറിയാം നമുക്ക് എക്സാംസിൽ 35% ആണ് പാസ് മാർക്ക്. അതുപോലെ തന്നെ അസൈൻമെന്റിലും 35% ആണ് നമ്മുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത്.
ഇൻ കേസ് നമ്മൾ അസൈൻമെന്റിൽ ഫെയിൽ ആയാൽ വീണ്ടും നമ്മൾ അസൈൻമെന്റ് റീസബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അസൈൻമെന്റിനെ സംബന്ധിച്ച് പറയേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ടേം ആൻഡ് എക്സാമിലേക്ക് വരുമ്പോൾ, അതായത് TEE, ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ TEE. ടേം ആൻഡ് എക്സാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മാസങ്ങളിലായിട്ടാണ് നടക്കുക ഒരു വർഷത്തില്, ജൂണിലും ഡിസംബറിലും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനുവരിയിൽ അഡ്മിഷൻ എടുത്ത ഒരു ലേണർ ആണെങ്കിൽ ഡിസംബറിലായിരിക്കും അവരുടെ എക്സാം. അതുപോലെ ജൂണിലാണെങ്കിൽ അടുത്ത ജൂണിലായിരിക്കും അവരുടെ എക്സാം. ജൂൺ മാസത്തിൽ മാത്രമായിരിക്കില്ല ജൂൺ ജൂലൈ, ഡിസംബറിൽ മാത്രമായിരിക്കില്ല ഡിസംബർ ജനുവരി ഒരു സെക്കൻഡ് വീക്കോട് കൂടിയിട്ടൊക്കെയാണ് എക്സാം അവസാനിക്കുക. സോ നമ്മൾക്ക് അസൈൻമെന്റിൽ കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് എക്സാമിലും 35% ആണ് മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ എക്സാമിന് മുൻപേ ആയിട്ട് നമുക്കൊരു എക്സാം ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഫോം വരും അല്ലെ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എക്സാമിന് മുന്നേ ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഏത് പേപ്പറാണോ നമ്മൾ എക്സാം എഴുതുന്നത് അതിന് നമ്മൾ ഫീ അടച്ചിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിനൊരു ലാസ്റ്റ് ഡേറ്റ് വരും. അപ്പൊ ആ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ആയിട്ട് നമ്മൾ എക്സാം ഫോം ഫില്ല് ചെയ്തിട്ട് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. നോർമലി ഇപ്പൊ 2 സൈക്കിളിലായിട്ടും കഴിഞ്ഞ വർഷവും ഈ വർഷമായിട്ടും നമുക്ക് സ്റ്റുഡന്റ് പോർട്ടൽ ത്രൂ ആണ് എക്സാമിന്റെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ളത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വിഷയം വരുന്നില്ല. അസൈൻമെന്റ് ആണ് ഈ പറഞ്ഞ പോലെ നമ്മൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഡ്യൂ ഡേറ്റിന് മുന്നേ ആയിട്ട്. അപ്പൊ ടേം ആൻഡ് എക്സാമിൽ പാസ് മാർക്ക് 35% ആണ്. അതുപോലെ തന്നെ അസൈൻമെന്റിലും 35% ആണ് പാസ് മാർക്ക് എന്ന് പറയുന്നത്. ഇനി ഫൈനൽ റിസൾട്ട് ഫോർ തിയറി കോഴ്സ് എന്ന് പറയുന്നത്, ഫൈനൽ റിസൾട്ട് നമ്മളുടെ എല്ലാ അസൈൻമെന്റിന്റെയും അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിന്റെയും മാർക്കുകൾ വന്നതിന് ശേഷം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമേരിക്കൻ ലിറ്ററേച്ചർ എന്നുള്ള ഒരു പേപ്പറിന് അസൈൻമെന്റിലെ മാർക്കും വന്നു, അതുപോലെ ടേം ആൻഡ് എക്സാമിലെ മാർക്കും വന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അസൈൻമെന്റിന്റെ എത്ര മാർക്കാണോ കിട്ടിയത് അതിന്റെ 30%ഉം ടേം ആൻഡ് എക്സാമിൽ എത്ര മാർക്കാണോ കിട്ടിയത് അതിന്റെ 70%ഉം കൂടി ടോട്ടൽ ചെയ്തിട്ടാണ് 100ൽ ആ പേപ്പറിൽ എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഗ്രേഡ് കാർഡിൽ വരിക. ഓക്കെ, അസൈൻമെന്റിൽ കിട്ടിയ മാർക്കിന്റെ 30%വും ടേം ആൻഡ് എക്സാമിൽ കിട്ടിയ മാർക്കിന്റെ 70% കൂടി കൂട്ടിയിട്ടാണ് ആ ഒരു പേപ്പറിലെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക ഫൈനൽ. ഇനി അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രാ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. ഒരു എക്സാമിനും അസൈൻമെന്റിനും ഒക്കെ നിങ്ങളതിനെ സ്കിൽഡ് എക്യുപ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കോർ ലേണിംഗ് റിസോഴ്സസ് ആയിട്ട് നമ്മുടെ ഇവിടെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, അതുപോലെ ലൈവ് വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട്. നമുക്കറിയാം മെന്റർഷിപ്പോട് കൂടിയിട്ട് ജോയിൻ ചെയ്ത എല്ലാ ലേണേഴ്സിനും ലൈവ് വീഡിയോ ക്ലാസ്സസും, അതുപോലെ ലൈവ് ഇൻ കേസ് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ എന്തെങ്കിലും തിരക്ക് കൊണ്ടോ എമർജൻസി കൊണ്ടോ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 1 or 2 വീക്സ് കഴിഞ്ഞാൽ തന്നെ അതിന്റെ റെക്കോർഡഡ് വെർഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. എക്സ്ക്ലൂസീവ്ലി ഫോർ മെന്റർഷിപ്പ് ബാച്ച് ലേണേഴ്സ് ആണ് ഈ ലൈവ് സെഷൻസ്. ഇനി അടുത്ത് വരുന്നത് വാല്യൂ ആഡഡ് നോട്ട്സ് ആണ്. നമ്മുടെ ആപ്പിൽ ഓരോ വീഡിയോ ക്ലാസ്സിനും താഴെയായിട്ട് നിങ്ങൾക്ക് PDF നോട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എക്സാം PDF ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം നമ്മുടെ എക്സാം ഇമ്പോർട്ടന്റ് ആണോ അത്രയും ഇമ്പോർട്ടന്റ് ആണ് അസൈൻമെന്റ്സും. സോ അസൈൻമെന്റ് നമുക്ക് എഴുതാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക്. ഇനി ഇതിനു പുറമെ തരുന്ന അല്ലെങ്കിൽ ഇതിനു പുറമെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള മോർ ടൂൾസ് ആൻഡ് സപ്പോർട്ട്സ് ആണ് PYQ അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ എക്സാമിന് മുൻപേ ആയിട്ടും ചെയ്യുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അൾട്ടിമേറ്റ് അനാലിസിസ്. അതായത് ഒരു എക്സാമിന് മുൻപേ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക എന്ന് പറയുന്നത് ആ എക്സാമിനെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് നേരിടേണ്ട ഒരു സ്ട്രാറ്റജിയാണ്, സ്ട്രാറ്റജികളിൽ ഒന്നാണ്. അപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി കൂടിയാണ് ഇഗ്നോനെ സംബന്ധിച്ച്. കാരണം ഇഗ്നോയിൽ കൂടുതലും ചോദിക്കുക പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ആ പാറ്റേണിലൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ലേൺ വൈസിൽ ഓരോ എക്സാം സൈക്കിളിന് മുൻപേ ആയിട്ടും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ചെയ്യാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ബ്ലോക്സ്, യൂണിറ്റ്സ്, ടോപ്പിക്സ്,
പിന്നെ അതിനൊപ്പം തന്നെ വരാൻ സാധ്യതയുള്ള ഒരു പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ കീ നമ്മൾ റിലീസ് ചെയ്യാറുണ്ട്. അതിന് പുറമെ ഇഗ്നോ മോഡൽ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. എങ്ങനെയാണോ നമ്മുടെ ഇഗ്നോ എക്സാം നമ്മൾ എഴുതുന്നത് ആ 3 മണിക്കൂർ ഓൺലൈൻ ആയിട്ട് നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്, ഇഗ്നോ മോഡൽ എക്സാം. ആൻഡ് ഇഗ്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക്, നമുക്കറിയാം ഇഗ്നോ എക്സാംസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഹെൽപ്പ് ഡെസ്കും നമ്മുടെ ലേൺവൈസിൽ ഓപ്പൺ ആണ്. ആൻഡ് ഓൾസോ EEP പ്രോഗ്രാം, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. നമ്മുടെ ആപ്പിൽ EEP പ്രോഗ്രാംസ്, EEP 1ഉം 2ഉം വേർഷൻസ് എല്ലാം അവൈലബിൾ ആണ്. ആൻഡ് ദെൻ കോ കരിക്കുലർ ഇവന്റ്സ്, അക്കാഡമിക്സ് മാത്രമായിട്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക ഒന്നുമല്ല, അതിന് പുറമേ ആയിട്ട് എന്തുണ്ട്, കോ കരിക്കുലർ ഇവന്റ്സും നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. കരിയർ വർക്ക്ഷോപ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്, കരിയർ ഡെവലപ്മെന്റ് ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്, അതുപോലെ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ എങ്ങനെയാണോ ഒരാളെ ടോട്ടലി ഒരു എക്സാമിന് മാത്രമായിട്ടല്ല, പക്ഷെ ഒരു ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഇന്നത്തെ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ട് മൈൻഡ് സ്പിരിറ്റോട് കൂടിയിട്ട് ഒരു വേൾഡിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തെടുക്കേണ്ട എല്ലാ സപ്പോർട്ടും ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സും അതുപോലെ തന്നെ പ്രോഗ്രാംസും ഇവന്റ്സും ലൈവ് സെഷൻസും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. എക്സാമിനെ വെച്ച് പറയുകയാണെങ്കിൽ PYQ അനാലിസിസ് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ 2-3 എക്സാം സൈക്കിൾസിലായിട്ട് നമ്മളത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് റെസ്പോൺസ് വന്നിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് PYQ അനാലിസിസ്. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സ്ലൈഡിൽ ഇന്നത്തെ ഈ ഒരു പ്രസന്റേഷനിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇത്രയും നേരം നമ്മളുടെ ഈ ഒരു സെഷനിൽ അറ്റൻറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും താങ്ക്സ് ഉണ്ട്.